ഒരു പ്രൊഫഷനും ഒന്നിനേക്കാൾ ചെറുതോ വലുതോ ഒന്നുമല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പണി വരുന്ന വഴി. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രൊഫഷൻ എനിക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി, നിങ്ങൾക്കും കൂടി എക്സൈറ്റിംഗ് ആയിട്ട് തോന്നും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദ പ്രൊഫഷൻ ഇസ് എത്തിക്കൽ ഹാക്കിംഗ്, അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫഷനാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എത്തിക്കൽ ഹാക്കറിൻ്റെ ഒരു പ്രൊഫൈൽ ഞാൻ പറയാം. നിങ്ങൾ മറ്റേ സിനിമയിലോ മറ്റിതിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒരാളെ ഹാക്ക് ചെയ്ത് അങ്ങനത്തെ പരിപാടിയല്ല. ഇതിൻ്റെ ജോബ് പ്രൊഫൈൽ എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനിയിലെ ഒരുപാട് ഇപ്പോൾ ടെക്നോളജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നൊരു ഫേസാണ്. അപ്പോൾ ഒരുപാട് പുതിയ പുതിയ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ പല ടെക്നോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ആ ഇംപ്ലിമെൻറ്റ് ചെയ്ത ടെക്നോളജീസ് സ്ട്രോങ് ആണോ എന്ന് അതിലെന്തെങ്കിലും ബഗ്സോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ഇവർ തന്നെ ഇതിലേക്ക് ഹാക്ക് ചെയ്ത് നോക്കും, ഇഷ്യൂസ് കണ്ടുപിടിക്കാൻ. ബിഫോർ പുറത്തുനിന്ന് ഒരാൾ ഹാക്ക് ചെയ്ത് ഇഷ്യൂസ് ആവുന്നതിനേക്കാൾ മുമ്പേ ഇവർ ഇത് ഹാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് കമ്പനീസിന് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആ കൊടുക്കുന്ന ഒരു സംഭവം ലീഗലി ചെയ്യുന്ന ഒരു 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 ഹാക്കിങ്ങിനെയാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ലീഗലാണ്. പ്ലസ് കമ്പനീസ് ഇത് പെയ്ഡായിട്ട് ചെയ്യിക്കുന്നതാണ്. അവർക്ക് അറിയണമല്ലോ അവരുടെ സോഫ്റ്റ്വെയർസിലോ അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പുതിയ ടെക്നോളജീസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് പുറത്തുനിന്ന് ഒരാൾ കണ്ടുപിടിക്കാനായിട്ട് മുമ്പേ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ എത്തിക്കൽ ഹാക്കർ എന്ന് പറയുന്നത്. അവർ ഈ പെനിട്രേഷൻ ടെസ്റ്റിംഗ്, വൾണറബിലിറ്റി, അവർ ഈ വൾണറബിലിറ്റി അസസ്മെൻറ്റ്, പെനിട്രേഷൻ ടെസ്റ്റിംഗ്, പിന്നെ അതേപോലെ തന്നെ സെക്യൂരിറ്റി ഓഡിറ്റ് കാര്യങ്ങളൊക്കെ അവരുടെ ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഇവർ ചെയ്യുന്നത്. പ്ലസ് ഇവർ ഗവൺമെൻറ് ആയിക്കോട്ടെ, കോർപ്പറേറ്റ് ആയിക്കോട്ടെ, പ്രൈവറ്റ്, പബ്ലിക് എല്ലാ സെക്ടറിലും വർക്ക് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഹാക്കേഴ്സ്, എത്തിക്കലി ഹാക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ്, എത്തിക്കലി കമ്പനീസിൻ്റെ ടെക്നോളജിയിൽ പ്രോബ്ലംസ് കണ്ടുപിടിച്ച് കൊടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അതിനു മുമ്പേ നമ്മുടെ ഗ്ലോബലി എത്ര എത്തിക്കൽ ഹാക്കേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാം. നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50,000+ ആണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഒരു നമ്പർ. കാരണം ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും ടെക്നോളജി ഇപ്പോൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടാണ്. എല്ലാ കമ്പനീസിനും ആ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് മാറി പുതിയ മെത്തേഡിലേക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോൾ എത്തിക്കൽ ഹാക്കേഴ്സ് അത്രയും നെസസറി ആണ്. അതുകൊണ്ട് ആ നമ്പേഴ്സ് ഇറ്റ്സ് കീപ്പ് ഓൺ ഇൻക്രീസിങ്. കറൻ്റ്ലി 50,000+ എന്നാണ് കറണ്ട് ഡേറ്റ വെച്ചിട്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പിന്നെ ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ 5 lakhs+ ആണ് കറൻ്റ്ലി ഉള്ളത്. അതിൽ ഹൈ ഡിമാൻഡിൻ്റെ കാര്യം നമുക്ക് അടുത്തതിൽ പറയാം. സോ ഗ്ലോബലി 5 ലക്ഷത്തിന് മുകളിലാണ് എത്തിക്കൽ ഹാക്കേഴ്സ് കറൻ്റ്ലി ഉള്ളത്. ഇനി ഇതിൽ ഈ എത്തിക്കൽ ഹാക്കർ ആവാൻ വേണ്ടി എല്ലാവരും സംശയവും മിനിമം നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ മിനിമം നമുക്കൊരു ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, IT ഓർ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രി നമുക്ക് എന്തായാലും വേണം. പിന്നെ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. ഒഫെൻസീവ് സെക്യൂരിറ്റി സർട്ടിഫൈഡ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. സർട്ടിഫൈഡ് ഇൻഫർമേഷൻ സിസ്റ്റം സെക്യൂരിറ്റി പ്രൊഫഷണൽ, അതൊരു അഡ്വാൻസ്ഡ് ലെവൽ സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇത് മൂന്നാണ് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഇനി നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി ഇന്ത്യയിലും വേൾഡിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജസ് ഏതൊക്കെയാണ് നമുക്ക് ഒന്ന് നോക്കാം. സോ ഇന്ത്യയിൽ വരുമ്പോൾ IIT ബോംബെ, IIT ഡൽഹിയിൽ സൈബർ സെക്യൂരിറ്റി കോഴ്സസ് അവൈലബിൾ ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ITയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ITയിൽ സൈബർ സെക്യൂരിറ്റി പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. പിന്നെ അമിറ്റി യൂണിവേഴ്സിറ്റി, IIT ഹൈദരാബാദിൽ ബിടെക് ഇൻ സൈബർ സെക്യൂരിറ്റി അവൈലബിൾ ആണ്. ഇതാണ് ഇന്ത്യയിലുള്ള ടോപ്പ് 3 കോളേജസ് അക്കോർഡിംഗ് ടു ദി ഡാറ്റാസ് ദാറ്റ് ഐ ഹാവ്
ഹാവ് ഗ്യാതേർഡ്. ഇനി വേൾഡ് വൈഡ് നോക്കുകയെന്നുണ്ടെങ്കിൽ കാർണിഗി മെലൺ യൂണിവേഴ്സിറ്റി USA ടോപ്പ് റാങ്കാണ് സൈബർ സെക്യൂരിറ്റി കോഴ്സിന്. അപ്പോൾ നിങ്ങൾക്കൊരു ടോപ്പ് എത്തിക്കൽ ഹാക്കർ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ ഒരു ടോപ്പ് ഇതാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് കോളേജാണ് കാർണിഗി മെലൺ യൂണിവേഴ്സിറ്റി USA. പിന്നെ ഉള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആണ്, UK. പിന്നെ ETH സുർച്ചി എന്ന് പറഞ്ഞിട്ടുള്ള സ്വിറ്റ്സർലാൻഡിൽ ഒരു യൂണിവേഴ്സിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഗ്ലോബലി ഏറ്റവും ബെസ്റ്റ് സൈബർ സെക്യൂരിറ്റിയുടെ കോഴ്സ് ഓഫർ ചെയ്യുന്ന കോളേജസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇനി കോഴ്സിൻ്റെ ഡ്യൂറേഷനും ഡിഫിക്കൽട്ടിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഓഫ് കോഴ്സ് ആസ് യു നോ 4 ഇയേഴ്സിൻ്റെ ഒരു കോഴ്സാണ്. BTech അല്ലെങ്കിൽ BSc കാര്യങ്ങളൊക്കെ ആയിട്ട് 4 ഇയേഴ്സിൻ്റെ കോഴ്സാണ്. പിന്നെ CEH സർട്ടിഫിക്കേഷൻ 5 ദിവസം മുതൽ 3 മാസത്തിൻ്റെ കോഴ്സാണ്. അത് ട്രെയിനിങ് പ്ലസ് എക്സാം ആണുള്ളത്. പിന്നെ OSCP സർട്ടിഫിക്കേഷൻ ഉണ്ട്. 3 months to 6 months ആണ് ഡ്യൂറേഷൻ. ഒരുപാട് ലാബ് ഇൻറ്റൻസീവ് വർക്ക്സും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. പിന്നെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. അതായത് ഒരുപാട് പ്രോഗ്രാമിങ്, നെറ്റ്വർക്കിംഗ്, പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഇതെല്ലാം നിങ്ങൾക്ക് വേണം. പിന്നെ മൈൻഡ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ചെറിയ ഒരുപാട് കാര്യങ്ങൾ, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഭയങ്കര മെൻ്റൽ സ്ട്രെയിൻ കൂടുതൽ കൊടുക്കേണ്ട ഒരു ജോബാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് വെരി ഹാർഡ് ബട്ട് ആസ് ഐ ഓൾവേസ് സേ നോട്ട് ഇംപോസിബിൾ. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള കൺട്രീസ് ഏതൊക്കെയെന്ന് നോക്കിയാൽ US, സിലിക്കൺ വാലി വെരി പോപ്പുലർ, ഇന്ത്യ, ഇസ്രായേൽ, ജർമ്മനി ആൻഡ് UK. ഈ 4 കൺട്രീസിലാണ് ഇത് കൂടുതൽ പോപ്പുലർ. കാരണം അവിടുത്തെ ലോസ്, അവിടെ വരുന്ന കമ്പനീസ്, ഇപ്പോൾ US എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയൊരു കോർപ്പറേറ്റ് വേൾഡാണ്. അപ്പോൾ അവർക്ക് ഹൈലി ഡിമാൻഡാണ്. സിലിക്കൺ വാലി ഒക്കെ പോലുള്ള ഒരു ടെക് ഇൻഡസ്ട്രിയുടെ ഒരു ടൈക്കൂൺസ് ഒക്കെ ഉള്ള ഒരു പ്ലേസിൽ എത്തിക്കൽ ഹാക്കേഴ്സ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ USA, ഇന്ത്യ, ഇസ്രായേൽ ആൻഡ് ജർമ്മനി ആൻഡ് UK അവിടെ ഭയങ്കര പോപ്പുലറാണ്. ഓൾറൈറ്റ്. ഇനി ഒരു ആവറേജ് സാലറി നോക്കുകയാണെങ്കിൽ ഫ്രഷേഴ്സിന് 4 lakhs to 10 lakhs per annum സാലറി ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രഷേഴ്സിന്. അത് ഇന്ത്യയിൽ. ഇനി ഒരു എക്സ്പീരിയൻസ്, ഒരു 3 to 5 yearsൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 15 lakhs to 30 lakhs per annum വരെ ഏൺ ചെയ്യാൻ നിങ്ങൾക്ക് ചാൻസ് ഉള്ള ഒരിതാണ്. പിന്നെ ടോപ്പ് എത്തിക്കൽ ഹാക്കേഴ്സ് ഉണ്ട്. ബഗ് ബൗണ്ടി എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് 50 lakhs പ്ലസ് ആണ് അവർ ഏൺ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ഹാക്കിംഗ് കമ്മ്യൂണിറ്റീസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊരു ഡീപ്പർ വേൾഡാണ്. അതിൻ്റെ വളരെ ഒരു ബേസ് ലെയർ മാത്രമേ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇത് വെൻ വി ഗോ ഡീപ്പ് ഇൻ ഡീറ്റെയിൽ ഇതിന് ഒരുപാട് സ്പെഷ്യലൈസേഷൻസും സ്പെസിഫിക്കേഷൻസും വേറെ തന്നെ ഒരു വേൾഡ് തന്നെ ഈ എത്തിക്കൽ ഹാക്കിങ്ങിന് ഡെഫിനറ്റ്ലി ഉണ്ടാവും. പിന്നെ അബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ USA 60 lakhs to 1.1 crore മുകളിൽ പെർ ആനം സാലറി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. UK, ജർമ്മനി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 50 lakhs to 90 lakhs per annum സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ഈ എത്തിക്കൽ ഹാക്കിംഗ്. പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് സം പോയിന്റ്സ്, അഡീഷണലി ഗുഡ് പോയിന്റ്സ് വിച്ച് ആർ ലൈക്ക് ഹൈ പേയിങ് വിത്ത് ഗ്ലോബൽ ഡിമാൻഡ്. ആസ് യു നോ ഭയങ്കര ഹൈ പേയിങ് ആണ്. ഇപ്പോൾ ആ സാലറി സ്കെയിൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്ലോബൽ സ്റ്റേജിൽ തന്നെ ഹൈലി ഡിമാൻഡ്, ഇന്ത്യയിലായിക്കോട്ടെ ഗ്ലോബലായിക്കോട്ടെ നല്ല ഡിമാൻഡും നല്ല പേയുള്ള ഒരു പ്രൊഫഷനാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ ഇത് ഹാക്കേഴ്സിനൊക്കെ. അതായത് ഓക്കെ, ഇപ്പോൾ പറയുമല്ലോ നമ്മൾ ഏതൊക്കെ സിനിമയിൽ, ഓക്കെ ഞാൻ ആ ഫയർവാൾ പൊട്ടിച്ചു, ഇനി മറ്റവൻ അത് പൊട്ടിക്കാനായിട്ട് മുമ്പ് എനിക്ക് വേറെ ഇതാക്കണം. അങ്ങനെ കുറേ സംഭവങ്ങൾ, ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജോബ് പ്രൊഫൈലാണിത്. അത് ആ എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ബട്ട് ഇറ്റ് ഈസ് എൻ എക്സൈറ്റിംഗ് ജോബ് പ്രൊഫൈൽ. പിന്നെ ഒരുപാട് ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യണം എന്നുള്ള യാതൊരുവിധ നിർബന്ധമില്ല. നിങ്ങളൊരു ഗുഡ് ഹാക്കർ ആണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനീസ് നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ള, യു മേക്ക് യുവർ ഓൺ റൂൾസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ബിക്കോസ് ഇഫ് യു ആർ ദാറ്റ് ഗുഡ്, യുനോ അതൊരു സെറ്റപ്പ് പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിനെ കുറച്ച് ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെസ്സായിരിക്കും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഭയങ്കര വലിയ കമ്പനീസിൻ്റെ പ്രൊഫൈൽസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്സ്കില്ലിങ് വേണം. കാരണം ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ നമ്മളുടെ വേൾഡ് അറൗണ്ട് അസ്, ടെക്നോളജി അറൗണ്ട് അസ് ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക വിത്തിൻ ലൈക്ക് സെക്കൻഡ്സ്. അപ്പോൾ
എത്രമാത്രം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ആവാൻ പറ്റുമോ, അപ്സ്കിൽ ചെയ്യാൻ പറ്റുമോ, അത്രയും നല്ലതാണ് ഈ ഇൻഡസ്ട്രിയിൽ. നിങ്ങൾ അപ്സ്കിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയായി മാറും. അപ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലായല്ലോ. പിന്നെ ഒരുപാട് ലീഗൽ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇഫ് യു ആർ എത്തിക്കൽ ഹാക്കർ, അവിടെയാണ്. എത്തിക്കൽ ഹാക്കർ ആണെങ്കിൽ ലീഗൽ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് കൂടുതൽ അറിയില്ല. ബട്ട് സ്റ്റിൽ ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ സ്കോപ്പ് നോക്കുകയെന്നുണ്ടെങ്കിൽ AI പവേർഡ് എത്തിക്കൽ ഹാക്കിങ് കാര്യങ്ങളൊക്കെ ഇറ്റ് ഈസ് കമ്മിങ് അപ്പ്. ഓട്ടോമേറ്റഡ് ആയിട്ട് പെനിട്രേറ്റ് ചെയ്യുക, ഇഷ്യൂസൊക്കെ കണ്ടുപിടിക്കുന്നൊക്കെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കാര്യങ്ങൾ AI റിലേറ്റഡ് ആയിട്ട് എത്തിക്കൽ ഹാക്കിങ്ങിന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലൗഡ് സെക്യൂരിറ്റി ഒരു നല്ലൊരു ഓപ്ഷനാണ്. ബിക്കോസ് ആസ് യു നോ ഡേറ്റാസ് എല്ലാം ക്ലൗഡിലാണ്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റിയാൽ വെൽ ആൻഡ് ഗുഡ്. IoT സെക്യൂരിറ്റി, അതായത് സ്മാർട്ട് ഡിവൈസിൻ്റെ ഹാക്കിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. പിന്നെ ഇത് നിങ്ങൾക്ക് അപ്സ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു എത്തിക്കൽ ഹാക്കറാണ്, അപ്സ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈത്തൺ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഫോർ സൈബർ സെക്യൂരിറ്റി ഓട്ടോമേഷൻ നിങ്ങൾക്ക് പഠിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റിവേഴ്സ് എഞ്ചിനീയറിങ് അല്ലെങ്കിൽ മാൾവെയർ അനാലിസിസ് ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. അപ്സ്കിൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. വളരെ മിനിമലായിട്ടുള്ള 1-2 സാധനങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സോ ഭയങ്കര എക്സൈറ്റിങ്ങും ഒരു അഡ്രിനാലിൻ റഷൊക്കെ തരുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷനാണ് എത്തിക്കൽ ഹാക്കിംഗ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. ബട്ട് ഞാനൊരു ടെക്കി അല്ലാത്തത് കൊണ്ട് എനിക്കത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും എത്തിക്കൽ ഹാക്കർ ഞാൻ കൊടുക്കുന്നതിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ ഇൻഫർമേഷൻസിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ. പ്ലസ് ചിലപ്പോൾ ഒരുപാട് പേർക്ക് എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കണമെന്നുണ്ടാവും. സോ അറിയുന്നവർ പ്ലീസ് ഡു comment, communicate, help and achieve your professional goal in ethical hacking. സോ അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരുടെയും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊന്നും ഹാക്ക് ചെയ്യാൻ നിൽക്കണ്ട, പോലീസ് കേസ് വരും. അപ്പോൾ ബി കെയർഫുൾ, ബി എ ഗുഡ് എത്തിക്കൽ ഹാക്കർ, ബി എ ഗുഡ് സിറ്റിസൺ. അപ്പോൾ until next time, see ya.